മുഖത്തുണ്ടാകുന്ന ചുളിവുകളെയും റിങ്കിൾസിനെയും സാഗിങ്ങിനെയും ഒക്കെ മാറ്റുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ചൂട് കാലത്തിൻ്റെ എഫക്റ്റ് ഇങ്ങനെ കൂടി കൂടി വരികയാണ്. ഞാൻ മുടിയൊക്കെ മേളിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഫേസിൽ ഒരു സമ്മർ ഗ്ലോ ഫേസ് പാക്ക് ഇടാൻ പോവുകയാണ്. സമ്മറൊക്കെ ആകുമ്പോൾ എക്സ്ട്രാ കെയർ നമ്മുടെ സ്കിന്നിന് വളരെ അത്യാവശ്യമാണ്. നമ്മളിന്ന് ഫേസ് പാക്ക് ഇടുന്നത് മുഖത്തുണ്ടാകുന്ന ചുളിവുകളും വരകളും സാഗ് ചെയ്ത ഫേസിലെ താഴോട്ട് തൂങ്ങിയ ഫേസിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫേസ് പാക്കാണ് നമ്മൾ ഇടുന്നത്. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. നമ്മളിന്ന് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് ഗോൺ കത്തീര എന്ന് പറയുന്ന ഒരു ഗമ്മാണ്. ഇത് നമ്മുടെ ബോഡിയെ കൂൾ ചെയ്യാനും സമ്മർ റാഷസിനെ ഇല്ലാതാക്കാനും ഫേസിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറ്റാനും വരകൾ മാറ്റാനും നമ്മുടെ ഫേസ് താഴോട്ട് സാകിയിട്ടുണ്ടെങ്കിൽ അതിനെ അപ്ലിഫ്റ്റ് ചെയ്യാനുമാണ്. ഇത് നമ്മൾക്ക് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഇടാവുന്നതാണ്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് നമ്മൾക്കിത് തുടർന്ന് ഒരു 10 ദിവസം അല്ലെങ്കിൽ 7 ദിവസം അല്ലെങ്കിൽ 15 ദിവസം നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ഇട്ട് നോക്കാം. ഞാനിത് കുറച്ച് ദിവസം ഇടാമെന്ന് വിചാരിക്കുന്നു. നമ്മളിന്നത് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ഞാൻ എൻ്റെ ഫേസിൽ അത് ഇട്ട് കാണിക്കാം. ഒരു രാത്രി കുതിർന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റായി ജെല്ലി പോലെ ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. ഇത്രയും നല്ലൊരു മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിന് വേറെയില്ല. നമുക്കിതിനെ മിക്സിയിലിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. നമുക്കിതിനെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കാം. ഞാൻ റോസ് വാട്ടർ ഒഴിച്ചാണ് അരയ്ക്കാൻ പോകുന്നത്. റോസ് വാട്ടർ ഒഴിക്കാം. ഇത് പാലിലിട്ട് കഴിക്കുന്നത് നമ്മളുടെ ശരീരം തണുക്കാനും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ മാറാനും ഒക്കെ നല്ലതാണ്. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ കൂടെ നമ്മുടെ ഫേസിൻ്റെ കളർ കുറച്ച് കുറയും. നമ്മളുടെ ഗട്ട് ഹെൽത്ത് എപ്പോഴും നന്നായിട്ട് വയ്ക്കണം. ഇത് സമ്മറിൽ നല്ല കൂളിംഗ് ആണ്. നമ്മൾക്കിതിലേക്ക് നമ്മളുടെ ഹോം മെയ്ഡ് റോസ് വാട്ടർ ഒഴിക്കാം. ഞാൻ ആ കുതിർത്ത പാത്രം തന്നെ കഴുകിയാണ് ഒഴിക്കുന്നത്. ഞാനിത് അരച്ചുകൊണ്ട് വരാം. നമ്മളുടെ ഗോൺ കത്തീര ഞാൻ അരച്ചിട്ടുണ്ട്. അരച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് പേസ്റ്റാണ്. നമുക്കിതിലേക്ക് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാം. നമ്മുടെ പേസ്റ്റ് ഗോൺ കത്തീര പേസ്റ്റ് ഞാൻ ഇതിനകത്തോട്ടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് കോൺഫ്ലോർ ആഡ് ചെയ്യാം. കോൺഫ്ലോർ പിഗ്മെൻറ്റേഷനെ കുറയ്ക്കാനും ഡാർക്ക് മാർക്കിനെ മാറ്റാനും റിങ്കിൾസ് മാറ്റാനും നമ്മളുടെ ചുളിവുള്ള ചർമ്മത്തിനെ ചുളിവുകളൊക്കെ മാറ്റി അപ്ലിഫ്റ്റ് ചെയ്യാനാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ടൊരു 10 ദിവസം നിങ്ങൾ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ മുടിയൊക്കെ പറഞ്ഞു പോരുന്നതാണ് ഇതുപോലെ തേച്ച് കഴിഞ്ഞാൽ. എങ്ങനെയാണ് തേക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിലേക്ക് ഞാൻ നമ്മളുടെ വിഭൂതി സ്റ്റോറിലുള്ള വൈൽഡ് റോസ് മോയ്സ്ചറൈസറാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇത് പനിനീർ റോസും കൊണ്ടുണ്ടാക്കിയ മോയ്സ്ചറൈസറാണ്. വൈൽഡ് റോസ് ഫേസ് പാക്കും നമ്മുടെ കയ്യിലുണ്ട്. വൈൽഡ് റോസ് മോയ്സ്ചറൈസറും ഉണ്ട്. ഇത് അത്രയ്ക്കും നല്ലതാണ്. ഇതിനകത്ത് വിറ്റമിൻ ഇ 9 എസൻഷ്യൽ ഓയിൽസ് എല്ലാം തന്നെ അടങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇതിനെ പായ്ക്കാക്കി മാറ്റാം. നമ്മളുടെ മുഖത്തെ റിങ്കിൾസ് മാറ്റാനും ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനും ഒക്കെ ആണ് നമ്മളിന്ന് ഈ പാക്ക് ഇടുന്നത്. ഒരു ചുളിവ് പോലും ഫേസിൽ കാണില്ല. എത്ര പ്രായമുള്ളവർക്കും ഇടാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഇത് ഫുള്ള് ഒരു ദിവസത്തേക്കുള്ള പാക്കാണ് കേട്ടോ. ഇതുപോലെ ദിവസവും ഫ്രഷായിട്ടുണ്ടാക്കി നിങ്ങൾ ഫേസിലിടുക. ഇല്ല നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് നമ്മളുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ എസൻഷ്യൽ ഓയിലൊക്കെ ഇട്ടിട്ട് മിനറൽസിൻ്റെ എക്സ്ട്രാക്റ്റൊക്കെ ഇട്ടിട്ടായിരിക്കും നിങ്ങളിലേക്കിത് ഫേസ് പാക്കായിട്ട് എത്തിക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം.
നമ്മളുടെ ഗോൺ കട്ടീറ ഫേസ് പാക്ക് റെഡിയാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫേസിലിട്ട് കാണിക്കാം. ഇത് സമ്മർ ആയതുകൊണ്ട് ഞാൻ ഇനിയും ദിവസവും ഒരു 15 ദിവസം അടുപ്പിച്ചിടാൻ പോവുകയാണ്. നിങ്ങളും ഇട്ട് നോക്കൂ, വളരെ നല്ലതാണ്. ഈ ഫേസ് പാക്ക് ഇടാനായിട്ട് നമുക്ക് ഇതുപോലൊരു തുണി വേണം. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്താണ്. ഇതുപോലെ നമ്മളെപ്പോഴും വീഡിയോയിൽ കാണിക്കുന്ന മസ്ലിൻ ക്ലോത്താണ്, ചീസ് ക്ലോത്താണിത്. ഇത് വെച്ചിട്ട് ഇതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ ഇന്ന് ഫേസ് പാക്ക് ഇടാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ഏജ് ആയവർക്ക് സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കുകയും ഈ ചുളിവുകളുടെ പുറത്തോട്ട് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള സാധനം അങ്ങോട്ട് ഇടുമ്പോൾ നമ്മളത് പീൽ ചെയ്യുമ്പോൾ വീണ്ടും സ്കിന്ന് വലിഞ്ഞിട്ട് ചുളിവുകൾ കൂടും. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഫേസ് പാക്കുകൾ ഡ്രൈ ആയിട്ട് ഇടാനായിട്ട് ഡ്രൈ ആകുന്നിടം വരെ ഫേസിലേക്ക് ഇടരുത്, ഉരച്ച് കഴുകരുത് എന്നൊക്കെ. അതൊക്കെ ഏജ് ആയവരുടെ സ്കിന്നിനെ വീണ്ടും നശിപ്പിക്കത്തേ ഉള്ളൂ. സോ നമ്മളിന്ന് അതിൻ്റെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മളിന്ന് ഇത് ഞാനിപ്പോൾ വെട്ടി ഉണ്ടാക്കിയാണ്. നിങ്ങൾക്ക് കണ്ടാലറിയാം, വളരെ മനോഹരമായിട്ട് ലെവലില്ലാതെ ഞാൻ വെട്ടിയിട്ടുണ്ട്. എനിക്ക് തയ്ക്കാൻ ഒട്ടും ഒരു സ്കില്ലില്ലാത്ത ഒരാൾ തയ്ക്കാനും ഇങ്ങനത്തെ ക്ലോത്ത് കട്ട് ചെയ്യാനും ഒക്കെ വെരി പുവറാണ്. ബട്ട് തയ്ക്കുന്നവരെ കാണുമ്പോൾ ഒത്തിരി അഡ്മയർ ചെയ്യുന്നതാണ്. എൻ്റെ ക്ലോത്തൊക്കെ നന്നായിട്ട് തയ്ച്ച് തരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമുക്കിന്ന് ഇത് ഫേസിലിട്ടിട്ട് നമുക്ക് ഫേസ് പാക്ക് ഫേസിലോട്ട് ഇടാൻ തുടങ്ങാം. ഞാൻ എൻ്റെ ഫേസിനെ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പായ്ക്കിടാം. നമുക്ക് ശ്വസിക്കാനും കണ്ണ് കാണാൻ വേണ്ടിയും ഒരു 2-3 ഓട്ട ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ ഓട്ട ഉണ്ടെങ്കിലും കണ്ണിനടിയിൽ ഇടണം. റിങ്കിൾസ് ഒരുപാട് വലിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ തുണിയുടെ പുറത്തിടുന്നത്. തുണിയെ നല്ല തേച്ച് പിടിപ്പിച്ച് വേണം ഇടാൻ. അപ്പോഴാണ് നമുക്ക് സ്കിന്നിലേക്ക് കിട്ടുക. നന്നായിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം. തുണിയുള്ള കാരണം നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റും. ചുളിവുകളൊന്നുമില്ലാത്തവർക്ക് ഇത് നേരെ തന്നെ ഫേസിലോട്ട് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. പത്ത് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒരു ലെയർ കൂടെ അപ്ലൈ ചെയ്യണം. 10 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് അടുത്ത ലെയറും കൂടെ അപ്ലൈ ചെയ്യാം. നല്ല തിക്കായിട്ട്. ഇത് പറഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഹെഡ് ബാൻഡ് ഒക്കെ വെച്ച്. നമുക്ക് കുറച്ച് കണ്ണിൻ്റെ പുറത്ത് വയ്ക്കാം. എന്നിട്ട് കണ്ണടച്ചിരിക്കുക. സോ നിങ്ങൾക്ക് സ്കിന്നിൽ കാണാൻ പറ്റും. ബാക്കിയുള്ളത് നമുക്ക് എടുത്ത് മാറ്റാം. കണ്ണിൻ്റെ അവിടെയൊന്നും തുണിയില്ലായിരുന്നല്ലോ. നല്ല കൂളിംഗ് ആണ്. ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം. ഞാൻ പക്ഷെ ഉറങ്ങിയില്ല. ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസറാണ്, അലോവേറ പോലെ തന്നെ. അപ്പോൾ ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വരട്ടെ. ഫേസൊക്കെ വാഷ് ചെയ്തു. ഫേസിൻ്റെ ആ ഗ്ലോ കാണാൻ പറ്റും. നല്ലൊരു റെഡിഷ് ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാക്ക് ഇടുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് മാസത്തിൽ ഒരു 5-6 പ്രാവശ്യം നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സമ്മർ ആയത് കാരണം ഒരു 10 ദിവസം കണ്ടിന്യൂസ്, 7 ദിവസം കണ്ടിന്യൂസ്, ഒരു സ്കിൻ കെയർ ചലഞ്ച് പോലെ ചെയ്യാം. 15 ദിവസം കണ്ടിന്യൂസ് ഒക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് സമ്മറിൻ്റെ ചൂട് കൊണ്ട് ഡീഹൈഡ്രേഷനായി നമ്മൾക്ക് ചുളിവുകൾ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
സമ്മർ ടൈമിൽ നിങ്ങൾക്ക് നോക്കിയറിയാം നമ്മുടെ ചുണ്ടുകളൊക്കെ ഒരുപാട് ഡ്രൈ ആകും. ചുണ്ടുകൾ ഡ്രൈ ആകുന്നത് നമുക്ക് അറിയാൻ പറ്റും, പക്ഷേ സ്കിന്ന് ഡ്രൈ ആകുന്നത് നമ്മൾ അറിയില്ല. ചുളിവുകൾ വീഴുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത് സ്കിന്ന് ഡ്രൈ ആയിട്ടുണ്ട് എന്നുള്ളത്. സോ ഇതിപ്പം എടുത്ത് തുടച്ച് കഴിഞ്ഞ് നിങ്ങളൊരു മോയ്സ്ചറൈസർ ഇടണം. ഞാനിപ്പം നമ്മുടെ സ്റ്റോറിലുള്ള മോയ്സ്ചറൈസർ ഇട്ട് കാണിക്കണോ? ഞാൻ കുളിക്കാൻ പോകുന്നതുകൊണ്ടാണ്, വെറുതെ മോയ്സ്ചറൈസർ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇടാത്തത്. കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ ഇടും. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടും നിങ്ങൾക്ക് ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടും നിങ്ങൾക്ക് ഈ ഫേസ് മാസ്ക് ഇടാവുന്നതാണ്. പക്ഷേ പീൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും, ഇങ്ങനെ പറഞ്ഞു പോകും. ഇതുപോലത്തെ ചീസ് ക്ലോത്ത് വാങ്ങിച്ചിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിനെ പീൽ ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ജ്യൂസ് എല്ലാം എക്സ്ട്രാക്റ്റ് എല്ലാം നമ്മുടെ ഫേസിലോട്ട് കിട്ടിയിട്ട് നമ്മളുടെ ഫേസിലുള്ള ചുളിവുകൾ, അതായത് ചുളിവുകളല്ലാതെ തന്നെ ചിലർക്ക് ഇവിടെ മാത്രമായിട്ട് ഇങ്ങനെ സാഗി കണ്ടിട്ടുണ്ടോ? ഇവിടെ ഒരു ഇവിടെ ഒരു സാഗിങ് ഉണ്ടാവും. അത് കുറച്ച് വണ്ണമുള്ളവർക്കല്ലാതെ തന്നെ ഉണ്ടാവും, അല്ലാതെ ഏജിൻ്റെ ആയിട്ടും ചർമ്മത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന സാഗിങ് നമുക്ക് മാറ്റാനായിട്ട് നല്ല ഒരു ഇതാണ്. പിന്നെ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ട് പീൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മുടിയൊക്കെ പറഞ്ഞു പോരാനായിട്ട് ഈസിയാണ്. ചെറിയ മുടികൾ, വലിയ മുടികൾ, കട്ടിയുള്ള മുടികൾ വരില്ല കേട്ടോ. ചെറിയ ഫേഷ്യൽ ഹെയർസ് എന്ന് പറഞ്ഞ ഒന്നില്ലേ, ചെറിയ മുടികളൊക്കെ ഇവിടെ കണ്ടു, അതൊക്കെ ഇനി പറഞ്ഞു പോരും. ഇത് ഞാൻ പറഞ്ഞില്ലേ, മാസത്തിലോ 5-6 പ്രാവശ്യം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫേസ് പാക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മൾ മന്ത്ലി വൺസ്, മന്ത് എൻഡിൽ എപ്പോഴും ചിലപ്പോൾ ഫേഷ്യൽ കാണിക്കാറുണ്ട്. ഇന്ന് ഞാൻ ഈ ഫേസ് മാസ്കാണ് ഇട്ട് കാണിച്ചിരിക്കുന്നത്. എത്ര ഏജ് ഉള്ളവർക്കും ഇട്ടാൽ ഫേസിന് അത്രയും നല്ലൊരു ഗ്ലോ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ചുളിവുകളൊന്നുമില്ല, ഈ ലൈൻസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡയറക്റ്റായിട്ട് ഫേസിലേക്ക് ഇടാവുന്നതാണ്. പക്ഷേ അധികം ഡ്രൈ ആകാൻ നിൽക്കുന്നതിന് മുന്നേ നന്നായിട്ട് വാഷ് ചെയ്യുക. ഭയങ്കര സ്ലൈം എഫക്റ്റാണ് അതിന്. കഴുകുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇത് നമ്മൾ കുതിർത്തിട്ട് ചിയാ സീഡിൻ്റെ കൂടെ 1 സ്പൂണൊക്കെ ഇട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതിരിക്കും. നമ്മളുടെ ബൗൾ മൂവ്മെൻറ്റ് നന്നായിട്ടുണ്ടാവും. നമ്മളുടെ ബോഡി കൂളാകുകയും മുടി പൊഴിച്ച് നിൽക്കാനും സഹായിക്കുന്ന ഒന്നാണ്. ബോഡി കൂളാകുമ്പോൾ മുടി പൊഴിച്ചിൽ നിൽക്കുമല്ലോ. സമ്മറിൽ ഉറപ്പായിട്ടും എല്ലാവർക്കും മുടി പൊഴിയുന്നുണ്ടായിരിക്കും. എനിക്കും കുറച്ചൊക്കെ മുടി പൊഴിയുന്നുണ്ട്. അപ്പോൾ മുടി പൊഴിച്ചിൽ നിൽക്കാനും ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ നല്ലതാണിത്. ഇതിൻ്റെ പേര് എനിക്കറിയാവുന്ന ഗോൺ കത്തീര എന്നാണ്. മലയാളത്തിൽ ഇതിന് പേരെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ. ഞാൻ വേണേൽ സ്ക്രീനിൽ എഴുതി കാണിക്കാം. അതേ സ്പെല്ലിംഗ് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്കതിൻ്റെ ഗുണങ്ങൾ, ബെനിഫിറ്റ്സ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്കതിൽ വായിക്കാൻ പറ്റും. ചിലപ്പോൾ ഇതിൽ കൂടുതൽ തന്നെ വായിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങളും കുറച്ചൊക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുക. ഞാൻ പറയുന്ന മാത്രം കേൾക്കാതെ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത ഈ വൈൽഡ് റോസ് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റോറിലുള്ള വൈൽഡ് റോസ് മോയ്സ്ചറൈസറാണ്. ഇന്നാണ് ഇത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മളുടെ സ്റ്റോറിലുള്ളതാണ്. നമ്മൾ ഇതുകൊണ്ട് സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസറും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ വൈൽഡ് റോസിൻ്റെ ഫേസ് പാക്കും നമ്മളുടെ കയ്യിലുണ്ട്. ഇത് 3 പ്രോഡക്റ്റും ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ലിങ്ക്, പ്രോഡക്റ്റിൻ്റെ കോൺടാക്റ്റ് നമ്പർ എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് വീഡിയോയുടെ താഴെ മോർ എന്ന് എഴുതി കാണിക്കത്തില്ലേ, കുറേ കുത്തിട്ടിട്ട് അവിടെ ഒന്ന് തൊട്ട് നോക്കിയാൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറും നമ്മളുടെ വെബ്സൈറ്റും ഒക്കെ കാണാവുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇവിടെ എങ്ങനെയാണ് വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ട് നോക്കുമെന്ന്. ഞാൻ സ്ക്രീനിൽ നമ്പർ അവിടെയൊക്കെ എഴുതി കാണിക്കാം. നിങ്ങൾക്ക് അവിടെ നിന്നും എടുക്കാവുന്നതാണ്. വീഡിയോ മൊത്തം കാണുന്നവർക്ക് മാത്രമേ ഇതൊക്കെ കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ബോഡി കിട്ടുന്ന ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുക. സമ്മറാണ്, ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്. സോ അതെല്ലാം തന്നെ കഴിക്കാൻ നോക്കുക. ഇഷ്ടമല്ലാത്ത ഫ്രൂട്ട്സും കുറച്ചൊക്കെ കഴിക്കാൻ നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുന്നവരെ ടേക്ക് കെയർ.